ഹായ് ഡിയേഴ്സ്, ഇന്ന് എൻ്റെ കയ്യിലുള്ളതൊരു റാഡോ വാച്ചാണ്. അപ്പോൾ ഈ വാച്ചിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഒപ്പം ഈ വാച്ചിലുള്ളൊരു ഫംഗ്ഷനാണ് ക്രോണോഗ്രാഫ്. ക്രോണോഗ്രാഫ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ വാച്ചിൻ്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരിക്കും. I am IrshadSulaiman. Welcome back to my another video. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കേസ് ബാക്ക് അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. കേസ് ബാക്ക് നമുക്ക് അല്പം ഫാസ്റ്റായിട്ട് തന്നെ അഴിക്കാം. അപ്പോൾ ഈ വാച്ചിൽ കാണുന്ന മെഷീന് ഒരു ക്രോണോഗ്രാഫ് ETA 251264 എന്ന നമ്പറിലുള്ളൊരു മെഷീനാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 2 സ്ക്രൂ ലൂസാക്കിയിട്ട് മുകളിലുള്ള ബാറ്ററി പോസിറ്റീവ് കോണ്ടാക്റ്റ് ഊരി മാറ്റുക. ബാറ്ററി ചെക്ക് ചെയ്യാം. ബാറ്ററി പവർ എത്രയുണ്ടെന്ന് നോക്കാം. ബാറ്ററി പവർ വളരെ കുറവാണ്. നമുക്ക് ബാറ്ററി പോയത് തന്നെയാണ്. നമ്മൾ മാക്സെൽ കമ്പനിയുടെ ജപ്പാൻ ബാറ്ററിയാണ് 394 എന്ന നമ്പറിലുള്ളൊരു ബാറ്ററിയാണ് ഇടുന്നത്. ഇതിനകത്ത് വന്നൊരു സ്വിസ് ബാറ്ററി ആയിരുന്നു. എൻ്റെ കയ്യിൽ സ്വിസ് ബാറ്ററി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബാറ്ററി ഇടുന്നത്. നമുക്ക് ബാറ്ററി ഇട്ടപ്പോൾ തന്നെ വാച്ച് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. താഴെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡ് താഴെയാണ് എൻ്റെ സെൻറ്റർ സെക്കൻഡ് വരുന്നത്. പിന്നീട് നോക്കിയപ്പോഴാണ് കേസിനകത്തും ബ്രേസ്ലെറ്റിലൊക്കെ ചെറിയ അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ നമുക്ക് അഴിച്ച് മാറ്റണം. സ്ക്രൂ വളരെ കെയറായിട്ട് അഴിച്ച് മാറ്റുകയാണ്. സ്ക്രൂവിനോടൊപ്പം തന്നെ ഒരു കേസ് ക്ലാമ്പ് ഉണ്ട്. മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കേസിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന കേസ് ക്ലാമ്പാണ്. എല്ലാം ഒരു മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു ബെഡിലേക്ക് അതിൻ്റെ മൂവ്മെൻറ്റിനെ മാറ്റുകയാണ്. അപ്പോൾ മൂവ്മെൻറ്റ് കേസ് ബാക്ക് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് കേസ് ക്ലീൻ ചെയ്തിട്ട് വരാം. കേസും ബ്രേസ്ലെറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ കേസ് ബ്രേസ്ലെറ്റൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രേസ്ലെറ്റ് ഒന്നും പഴയ പോലെ ഒന്നുമല്ല, നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കത് കേസിൻ്റെ ഉള്ളിലേക്ക് മൂവ്മെൻറ്റിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഡയലടക്കമുള്ള മൂവ്മെൻറ്റിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്രൗണ്, ഇതിൻ്റെ സ്റ്റെം അടക്കമുള്ള ക്രൗണ് ഫിറ്റ് ചെയ്യുകയാണ്. ക്രൗണിൻ്റെ സൈഡിലൊക്കെ ഗ്രീസ് വെച്ചിട്ടുണ്ട്. കേസ് ബാക്ക് അതുപോലെ കേസിൻ്റെ ബാക്കിലായിട്ടൊരു വാഷർ വരുന്നുണ്ട്, ബ്ലാക്ക് ഓറിങ് എന്ന് പറയും. അപ്പോൾ അതിലൊക്കെ ഗ്രീസ് വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ അഴിച്ചെടുത്ത ആ കേസ് ക്ലാമ്പ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ക്ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് തിരിച്ച്. സ്ക്രൂ ഒക്കെ നന്നായിട്ട് ടൈറ്റായി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കേസ് ബാക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതൊരു റോഡിക്കോ പേസ്റ്റാണ്. ഇത് കൈയുടെ പാടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. കേസ് ബാക്ക് പതുക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാനർ ഉപയോഗിച്ച് ഫുള്ള് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ബ്രേസ്ലെറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രേസ്ലെറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്യൂബ് ബ്രേസ്ലെറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ട്യൂബ് ഇറക്കിയതിന് ശേഷം ഈ പിന്നിന് ഉള്ളിലേക്ക് കടത്തി ടൈറ്റാക്കി കൊടുക്കുക ചെയ്യുന്നത്.
രണ്ട് സൈഡിലെയും അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഈ കാണുന്നത് ക്രൗണാണ്. ക്രൗണ് ജസ്റ്റ് ഇത് സ്ക്രൂ ടൈപ്പ് ക്രൗണാണ്. നമ്മൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ടൈറ്റാക്കി, സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ടൈറ്റാക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ടൈം സെറ്റ് ചെയ്യാം. ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രൗണ് ജസ്റ്റ് ഒന്ന് പുള്ളൗട്ട് ചെയ്യുക. പുള്ളൗട്ട് ചെയ്യുമ്പോൾ ഇത് ക്രോണോഗ്രാഫ് സെറ്റിങ്സിൻ്റെ ഫംഗ്ഷനിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ക്രോണോഗ്രാഫ് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ടൈം സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ രാത്രി 12 മണിയോടെ എടുക്കുന്ന സമയത്തൊരിക്കലും ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഡേറ്റ് 12 മണിയോടെ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡേറ്റ് ജമ്പ് ചെയ്യുന്നൊരു സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ചില വാച്ചുകളൊക്കെ വീലുകൾ തമ്മിൽ ഉടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. ഇപ്പോൾ ഈ വാച്ചിരിക്കുന്നത് 24 hours അപ്പോൾ അതൊന്ന് കറക്കിയിട്ട് ഒന്നുകൂടെ ഒരു ഹാഫ് ഡേ ഒന്ന് കറക്കിയിട്ട് നമ്മൾ 12 hours വെക്കുകയാണ്. 12 hours മാറ്റിയതിന് ശേഷം ടൈം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഈ മൂമെൻറ്റിലുള്ളൊരു പ്രത്യേകതയാണ്, അതായത് ഡേറ്റ് മാത്രം നമുക്ക് മാറ്റാൻ പറ്റില്ല. മറ്റു വാച്ചുകളുടെ കൂട്ടി ഡേറ്റ് മാത്രം ജമ്പാവില്ല. ഡേറ്റ് മാറുമ്പോഴത്തേക്കും ഇതിൻ്റെ അവർ ഹാൻഡും കൂടി ഇതിൻ്റെ കൂടെ മൂവ് ആവുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്ത് ഇത് ഡേറ്റ് ചേഞ്ച് ആക്കാനും പറ്റുള്ളൂ ഇതുപോലെ. ഇത് മാത്രമല്ല, ഈ വാച്ചിൻ്റെ ഡേറ്റ് നമുക്ക് പിന്നിലേക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ 29 എന്നുള്ള 28, 27 മാറ്റാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 30 നമുക്കത് 30 വെച്ചിട്ടും ടൈം അഡ്ജസ്റ്റ് ചെയ്യാം, ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, 30 വെച്ചു. ഇനി നമുക്കത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ ക്രൗണ് പുള്ളൗട്ട് ചെയ്തതിന് ശേഷം ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ടൈം നമുക്ക് ഇപ്പോഴത്തെ സമയം 5:25 5:20 അപ്പോൾ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം പുൾ ബാക്ക് ചെയ്തിട്ടുണ്ട് ക്രൗണ്. അപ്പോൾ ഇനി നമുക്കടുത്ത് ക്രോണോഗ്രാഫാണ്. ഇതിൻ്റെ ക്രോണോഗ്രാഫ് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ക്രോണോഗ്രാഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബട്ടനാണ് ഉള്ളത്. ഫസ്റ്റ് AB എന്നുള്ള 2 ബട്ടനാണ്, മുകളിലും താഴെയായിട്ട് 2 പുഷ് ബട്ടനാണ്. അപ്പോൾ പുഷ് ബട്ടൺ നമ്മൾ ഫസ്റ്റ് മുകളിലെത്തത് പ്രസ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഫസ്റ്റ് മുകളിലത്തെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ക്രോണോഗ്രാഫിൻ്റെ സെൻറ്റർ സെക്കൻഡാണ്, വൈറ്റ് ഹാൻഡ് അത് മൂവ് ആയി തുടങ്ങും. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് ക്രോണോഗ്രാഫ് ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ എത്ര ടൈം എടുത്തു, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുത്തു എന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോർമലായിട്ട് നമ്മൾ ക്രോണോഗ്രാഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ആ വൈറ്റ് ഹാൻഡ് ക്രോണോഗ്രാഫിൻ്റെ സെൻറ്റർ സെക്കൻഡാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഗോൾഡ് കളർ കാണുന്നത് മൈക്രോ സെക്കൻഡും, പിന്നെ സെൻറ്ററിൽ കാണുന്ന ഗോൾഡ് ഹാൻഡ് അത് മിനിറ്റ് ഹാൻഡാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ 12 അവിടെ കാണിക്കുന്നത് മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന ഹാൻഡാണ്. അതായത് ഈ വൈറ്റ് ഹാൻഡ് 1 മിനിറ്റ് കറങ്ങി 12 ആ ഗോൾഡ് കളർ ഹാൻഡ് റൈറ്റ് സൈഡിലേക്ക് ജമ്പാവും, 1 മിനിറ്റ് ആവും. അങ്ങനെ കറങ്ങി 1 മണിക്കൂർ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള മണിക്കൂർ ഹാൻഡ് 1 മണിക്കൂറത്തേക്ക് ഇപ്പുറത്തേക്ക് ജമ്പാവും. ഇപ്പോൾ ഇത് കണ്ടേ, ഇത് ജമ്പായിട്ടുണ്ട്. 1 മിനിറ്റ് ഇപ്പുറത്തേക്ക് ജമ്പായിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ 12 അവിടെയും 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും 12 കാണിക്കുന്ന ഹാൻഡ് റൈറ്റ് സൈഡിലേക്ക് മാറും. അപ്പോൾ ഇതാണ് ക്രോണോഗ്രാഫിൻ്റെ ഫംഗ്ഷൻ. അത് സ്റ്റോപ്പ് ചെയ്യുന്ന ബട്ടൺ മുകളിലുള്ള റൈറ്റ് സൈഡിലുള്ളത്. നമുക്കിപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നോക്കുക, 1 മിനിറ്റും 28 സെക്കൻഡും 5 മൈക്രോ സെക്കൻഡുമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പം ലെഫ്റ്റ് മുകളിലുള്ള ഹാൻഡിന് മാറ്റമൊന്നുമില്ല, കാരണം അവിടെ മണിക്കൂറോളം ആയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നത്. വീണ്ടും നമ്മൾ തുടരാമെങ്കിൽ തുടരാം. അവിടെ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട അത് സ്റ്റോപ്പ് ചെയ്താൽ മതിയെങ്കിൽ ഇത് അവിടെ തന്നെ പ്രസ് ചെയ്യുക. പിന്നീട് താഴെ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് ഹാൻഡെല്ലാം 12 hours കറക്റ്റായിട്ട് പോയി നിൽക്കും. ഇത് ഫ്ലൈ ബാക്കിൽ പറന്നിട്ടാണ് ഹാൻഡുകളൊക്കെ പോകുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് 000 സെറ്റായിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വിഷയം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.